ചാരു എടുത്തോ. ചാരു, എനിക്കൊരു കോളുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരട്ടെ. മാഡം, ബില്ല് പേ ചെയ്ത എനിക്ക് പോവായിരുന്നു. ഇത്രയും കാശ് എൻ്റെ അടുത്തില്ലല്ലോ സർ. വാട്ട്? നിങ്ങളുടെ അടുത്ത് കാശില്ലെന്നോ? പിന്നെ ബില്ല് ആരാണ് പേ ചെയ്യുന്നത്? എന്നോടൊപ്പം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവള് പേ ചെയ്തോളൂ. ആയിക്കോട്ടെ, ഞാൻ വരുമ്പോ കാണാം. ശൈലജ, ബില്ല് അടയ്ക്കാൻ എത്ര? I'll call you back. I'm very very sorry ചാരു, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഇക്കാര്യം വിട്ടുപോയി. ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. നിനക്കതൊന്ന് പേ ചെയ്യായിരുന്നല്ലോ. അത് ഞാൻ... ഓ, അത്രയും കാശ് ഉണ്ടാവില്ലല്ലേ? ഐ എം വെരി സോറി ചാരു. നിന്റെ റേഞ്ച് അത്രയ്ക്കൊക്കെയല്ലേ ഉള്ളൂ. ഞാനാ നിന്റെ റേഞ്ചിന് അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. ലൈഫും ഇതുപോലൊക്കെ തന്നെയാ. നമുക്ക് അർഹിക്കാത്തതൊന്നും ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അത്തരം വ്യാമോഹങ്ങൾ മനസ്സിൽ കയറിക്കൂടാതെ നോക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ബില്ലടയ്ക്കാൻ നീ കിടന്ന് വിഷമിച്ചതുപോലെ ജീവിതകാലം മുഴുവൻ ഈ പ്രശ്നം നിന്നെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കും. കല്യാണക്കാരിയും ഇങ്ങനെ തന്നെയാ ചാരു. നിനക്ക് ചേരുംപടി ഒരുത്തനെ കണ്ടെത്തിയാലേ നിനക്ക് സന്തോഷമായിട്ട് കഴിയാനാകും. കാശുള്ളവനെയും തപ്പിപ്പോയാലേ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. നിന്റെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ടാവില്ല. നിന്റെ ചേച്ചി അനുഭവിക്കുന്നത് നീയും കാണുന്നുണ്ടല്ലോ. പണക്കാരന്റെ അഹങ്കാരത്തിനിടയിൽ കിടന്ന് നരകയാതന അനുഭവിക്കുകയല്ലേ. അറിഞ്ഞുകൊണ്ട് ചെന്ന് നീയും അത്തരൊരു കുഴിയിൽ ചാടരുത്. മറിച്ചു വല്ലതും തീരുമാനിച്ച നീയും നിന്റെ ചേച്ചിയെ പോലെ ദിവസവും കണ്ണീരും കൈയോട്ട് കഴിയേണ്ടി വരും. നിനക്കെന്നെ ഒത്തിരി ഇഷ്ടമാണെന്നറിയാം. അതേന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അതേന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടിയാൽ മതി. ഞാൻ എന്റെ വീട്ടിൽ പോയി സംസാരിച്ചോളാം. അല്ലെങ്കിൽ അവരെന്റെ കല്യാണം വേറൊരാളോടൊപ്പം നടത്തും. ശൈലു, ഞാൻ ഇനി ഇറങ്ങുക. ചാരു, അപ്പൊ എന്റെ പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ടായി. ഇനി എടുക്കുന്ന നിന്റെ തീരുമാനം ശരിയായിരിക്കും. അച്ഛമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല മോളെ. ശരിയെന്നാ, അച്ഛമ്മയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതങ്ങ് കഴിക്കേ. എന്താ അച്ഛമ്മ എന്നെ അങ്ങനെ നോക്കുന്നേ? വിവാഹമോചനത്തിന് നീ തയ്യാറായത് എന്തിനാ മോളെ? ഈ കുടുംബത്തിലെ മരുമകളായി നീ തന്നെ എന്നും വേണമെന്ന് എന്റെ ആഗ്രഹം. മിഥുന് ചേരുന്ന പെണ്ണ് നീയാ. നീയാണ് അവന്റെ കൂടെ ജീവിക്കേണ്ടവൾ. അവനെ ഉപേക്ഷിച്ച് പോകല്ലേ മോളെ. ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തിനാ അച്ഛമ്മ പറയുന്നേ? അതങ്ങനല്ല മോളെ. നിന്നെ പോലൊരു മോളെ ഏത് വീട്ടുകാരും കൊതിച്ചു പോവും. നിന്നെ പോലൊരു പെണ്ണിനെ ഭാര്യയായി കിട്ടണമെങ്കിൽ 100 ജന്മത്തെ പുണ്യം ഉണ്ടാവണം. അത്രയേറെ നന്മ നിറഞ്ഞ മനസ്സുള്ളൊരു കുട്ടിയാ നീ.
ഈ വീട്ടിലെ മരുമകളായി എന്നെന്ന് നീ ഉണ്ടാവണമെന്ന എന്റെ ആഗ്രഹം. നമ്മൾ വിചാരിക്കുന്നതെല്ലാം അതേപോലെ നടക്കണമെന്നില്ലല്ലോ അച്ഛമ്മേ. നമ്മളൊന്ന് തീരുമാനിച്ച ആ ദൈവം മറ്റൊന്നായിരിക്കും തീരുമാനിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്നില്ല. ആ ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് മാത്രമേ നടക്കൂ. അച്ഛമ്മ ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ഓർക്കണ്ട. ഇത് കഴിച്ചിട്ട് സമാധാനായിട്ടിരുന്നേ. ഇന്നലെ വരെ അടിച്ചു തളിക്കാരിയുടെ സ്ഥാനം പോലും ഇല്ലാതിരുന്നവളാ. കാലിന്റെ അടിയിലിട്ട് എല്ലാവരും ചതച്ചരച്ചിരുന്നവള് ഇന്നെന്താ പെട്ടെന്ന് അവളോട് എല്ലാവർക്കും സ്നേഹം പൊങ്ങി ഒഴുകുന്നേ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ഇവൾ ഇനി ഈ വീട്ടിൽ പത്തി വിടർത്താൻ പാടില്ല. മേഘനം ഇതിനോടൊപ്പം ജീവിക്കണമെന്നുള്ള എല്ലാവരുടെയും ആഗ്രഹം മുളയിലെ നുള്ളിക്കളയണം. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. എന്റെ താളത്തിനൊത്ത് തുള്ളുന്ന മഞ്ജരി മിഥുന്റെ ഭാര്യയായാലേ എനിക്ക് ഈ വീട്ടിൽ ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ പറ്റൂ. മേഘനയിലേക്ക് പടർന്നു കയറുന്ന ഈ സ്നേഹത്തിന്റെ മേഘരാഗത്തിൽ അപശ്രുതികൾ സൃഷ്ടിക്കാനുള്ള കരുക്കൾ ഞാൻ ഉടനെ നീക്കും. മേഘനെ, എന്താ നീ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇതുവരെ ഇല്ല മിഥുനേട്ടാ. ഇനി എപ്പോ ഉണ്ടാക്കിയിട്ട് എപ്പോ കഴിക്കാനാ? വാ, ഞങ്ങളോടൊപ്പം ഇവിടെ ഇരുന്ന് കഴിക്കേ. ഇവനിത് എന്തിന്റെ കേടാ? അവളോടുള്ള പ്രേമം വഴിഞ്ഞൊഴുകയാണല്ലോ. അതൊന്നും വേണ്ട മിഥുനേട്ടാ, വലിയ സമയമൊന്നും വേണ്ട. 15 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തോണം. ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചാ മതി. അരുണിമ എന്ന കള്ളിയങ്കാട്ട് നീലി എന്താ ഒരു കുലുക്കമില്ലാതിരിക്കുന്നേ? ഇത് ശരിയല്ലല്ലോ. മേഘനയെ സ്വീകരിക്കാൻ അവളും തയ്യാറായോ? മേഘനെ, നീ അതൊക്കെ അവിടെ വെച്ചിട്ട് വാ. വെല്ലുവിളിച്ച് മാറി നിൽക്കുന്നവളുടെ കാല് പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല മിഥുൻ. അതെന്താ ചെറിയമ്മേ, ഒരു പരിചയമില്ലാത്തവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാ നമ്മള്. എന്നിട്ടിപ്പോ മേഘനെ അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ അത് കണ്ടില്ല എന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. അവള് കഴിക്കാതിരിക്കുമ്പോ എനിക്കിതുപോലെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച തൊണ്ടേന്നിറങ്ങില്ല. അത് ഇത്രയും നാളെ നിനക്ക് അറിയില്ലായിരുന്നോ മിഥുൻ? ഇന്നെന്താ പുതിയതായിട്ടൊരു സ്നേഹം? ഇത്രയും കാലത്തെ കാര്യം അവിടെ നിൽക്കട്ടെ മഞ്ജരി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേഘന ഇപ്പോഴും ഈ വീട്ടിലെ മരുമോള് തന്നെയാ. നമ്മളോടൊപ്പം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഇപ്പോഴും അവൾക്കുണ്ട്. നമ്മുടെയൊക്കെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തതുകൊണ്ടാ അവളെ ഇത്രയും നാൾ മാറ്റി നിർത്തിയ. മേഘന കുറച്ചൊന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ നിരസിക്കാൻ നമുക്കാർക്കും ഇവിടെ അധികാരമില്ല. മേഘന കൂടി ഇങ്ങോട്ട് വന്നേ. വാ മോളെ. മിഥുൻ, മേഘനയ്ക്ക് മടിയായിരിക്കും, നീ ചെന്ന് വിളിച്ചോണ്ട് വാ. ഓക്കെ ഡാഡ്. നീ അങ്ങോട്ട് മാറിയിരിക്കെ. മേഘനെ വാ.
പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം ശലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ ഭഗവാനെ, എന്നും ഇവർക്ക് ഇതുപോലെ കഴിയാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയുന്നു. ഇന്നിനി ഭക്ഷണം കഴിച്ചില്ലേലും കുഴപ്പമില്ല. ഇന്ന് മേഘനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന മിഥുൻ നാളെ സ്വന്തം കിടക്കയിലും സ്ഥാനം കൊടുത്തെന്നിരിക്കും. കുറച്ചായി അവൻ അവളോട് പ്രത്യേക താല്പര്യം തുടങ്ങിയിട്ട്. മേഘന കള്ളിയാണെന്ന് തെളിയിക്കാൻ എന്താ ഒരു വഴി? മേഘനന്ദയുടെ കാര്യം അറിഞ്ഞ എല്ലാവരും അവൾക്കെതിരെ തിരിഞ്ഞോളൂ. മോളെ മേഘനെ, എന്തു ചേച്ചാ? ഇന്ന് എന്റെ മനസ്സ് നിറഞ്ഞു മോളെ. അതെന്തിനാ അച്ഛാ? നീ കാരണമല്ലേ ഇന്ന് എന്റെ അമ്മ കണ്ണു തുറന്ന് വീണ്ടും ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ച്. ഈ ഒരു കാര്യത്തില് നിന്നോട് ഈ ജീവിതകാലം മുഴുവനും ഞാൻ കടപ്പെട്ടവനാ. ഒരു നന്ദിയിൽ ഞാൻ അത് ഒതുക്കുന്നില്ല. അയ്യോ അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനിതൊന്നും ആരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയോ എനിക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. അച്ഛൻ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ടാ എന്നിലാവുന്നതെല്ലാം ഞാൻ ചെയ്തേ. എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം മേഘനെ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നിനക്കും മറ്റുള്ളവർക്കും ഇടയിൽ ഒരു വിള്ളലുണ്ടായി. അതിന്ന് വലിയൊരു അകൽച്ചയായി മാറിയിരിക്കുക. പക്ഷെ നിന്റെ മനസ്സിന്നും ഈ കുടുംബത്തിലുള്ളവരോടും അവരുടെ നന്മയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് മോളെ. അതിവിടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്റെ ഈ ജന്മത്തിലെ നിയോഗം തീർന്നേനെ. മോളെ മേഘനെ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇന്ന് മിഥുന് നിന്നോട് കുറച്ച് അടുപ്പക്കൂടുതലുള്ളതായിട്ട് തോന്നിയില്ലേ? എത്ര സ്നേഹത്തോടെ അവൻ നിന്നോട് പെരുമാറിയത്. അതൊക്കെ മാനത്ത് കാർമേഘം മൂടുമ്പോ ഉണ്ടാക്കുന്ന ചാറ്റൽ മഴ പോലെയാണ് അച്ഛാ. അയ്യോ, നീ എന്താ അത് അങ്ങനെ പറഞ്ഞു കളഞ്ഞേ? മിഥുനേട്ടന്റെ മനസ്സ് മാറുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മഞ്ജരിയുമായിട്ടുള്ള മിഥുനേട്ടന്റെ ബന്ധം അത്രയേറെ ദൃഢമേറിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മോളെ, നാളെ നിന്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിക്കാനായിട്ട് പോലീസുകാർ ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് നാളെ എങ്ങോട്ടേക്കും പോയേക്കരുതേ. ഞാൻ പോവില്ല അച്ഛാ, ഇവിടെ ഉണ്ടാവും. എന്നാലും ഞാൻ നാളെ കാലത്തൊന്ന് അമ്പലത്തിൽ മാത്രം പോയിട്ട് വന്നോട്ടെ. എന്താ വിശേഷിച്ച്? നാളെ എന്താ അത്ര പ്രത്യേകത? അത് നാളെ എന്റെ ജന്മദിനമാണ് അച്ഛാ. അതുകൊണ്ട് അമ്പലത്തിലൊരു പുഷ്പാഞ്ജലി കഴിക്കണം. എന്ത്? നാളെ നിന്റെ പിറന്നാളാണെന്നോ? അങ്ങനെയാണെങ്കിൽ നാളെ നമുക്കത് ഈ വീട്ടിൽ അടിച്ചു പൊളിക്കണ്ടേ? അതൊന്നും വേണ്ട അച്ഛാ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഇന്ന് ഈ വീടിനൊരു അന്യയാണ്. ഏതോ ഒരു സ്ത്രീയുടെ പിറന്നാള് ഉത്സവം പോലെ ഈ വീട്ടിലുള്ളവർ ആഘോഷിക്കണമെന്ന് എനിക്കൊരു മോഹവുമില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഈ കാര്യം ആരോടും പറയാതിരുന്നാ മതി. നിന്നെ പോലൊരു മോളെ ഏത് വീട്ടുകാരും കൊതിച്ചു പോവും. നിന്നെ പോലൊരു പെണ്ണിനെ ഭാര്യയെ കിട്ടണമെങ്കിൽ 100 ജന്മത്തെ പുണ്യം ഉണ്ടാവണം. അത്രയേറെ നന്മ നിറഞ്ഞ മനസ്സുള്ളൊരു കുട്ടിയാ നീ. ഈ വീട്ടിലെ മരുമകളായി എന്നെന്ന് നീ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. അതെന്താ ചെറിയമ്മേ, ഒരു പരിചയമില്ലാത്തവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാ നമ്മള്. എന്നിട്ടിപ്പോ മേഘനെ അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ അത് കണ്ടില്ല എന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. മേഘന ഇപ്പോഴും ഈ വീട്ടിലെ മരുമോള് തന്നെയാ. നമ്മളോടൊപ്പം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം ഇപ്പോഴും അവൾക്കുണ്ട്.
ആന്റി എന്തു പറ്റി? വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം പിടിച്ച് നടക്കുകയാണല്ലോ. നിനക്കൊന്നും അറിയില്ലേ മഞ്ജരി? അതോ എല്ലാം അറിഞ്ഞോണ്ട് ചോദിക്കുന്നതാണോ? കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ മേഘന ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വിചാരിക്കുമ്പോ ഇവിടെ ഉള്ളവര് അവളെ തോളെ കയറ്റി വെച്ച് ഉത്സവം നടത്തുകയല്ലേ. എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പൊ അവള് മറ്റതാ മറിച്ചതാന്നും പറഞ്ഞ എന്തൊക്കെയാ? ആ മേഘനയുടെ ആധിപത്യം ഈ വീട്ടിൽ കത്തിപ്പടരുന്ന കാണുമ്പോ എന്റെ വയറ് കത്തുക. ആന്റി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്ത് നേടാൻ പറ്റും? ആരോഗ്യം പോകുന്നു മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ ശരിയാവോ? നടന്നതൊക്കെ കണ്ടിട്ട് ഒരു കുലുക്കും അല്ലാതെ നീ നിൽക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതം. എന്നിട്ട് എന്നെ നീ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാ? നീ ആ മിഥുന്റെ നടപടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മേഘന ഇപ്പൊ അവന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക. അറിഞ്ഞുകൊണ്ടാണോ നീ സംസാരിക്കുന്നത്? ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിഥുന് തോന്നാറുള്ള കൊച്ചു കൊച്ചു വികാരങ്ങൾ മാത്രമല്ലേ? ഇതിനിടയ്ക്ക് നമുക്കൊരു ചെറിയൊരു പിടിവള്ളി കിട്ടിയാൽ മതി. അപ്പൊ തന്നെ മകന്റെ അമ്മയുടെ മനസ്സ് മലക്കം മറിഞ്ഞിപ്പുറത്ത് ചാടും. ശരിയായിരിക്കാം, മിഥുന്റെ കാര്യം വിട്ടേക്ക്. പക്ഷെ അരുണിമേച്ചിയുടെ കാര്യോ? അരുണിമേച്ചി അവളെ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സംശയം. ജയദേവേട്ടന്റെ തലയാണ മന്ത്രം അരുണിമേച്ചിയുടെ തലയിൽ കേറിയിട്ടുണ്ട്. അയ്യോ ആന്റി, മിഥുന്റെ സ്നേഹപ്രകടനവും ജയദേവൻ അങ്കിളിന്റെ തലയണ മന്ത്രവും എവിടം വരെ ഉണ്ടാവും ആന്റി? ചെടി വളർന്നു വന്ന എത്ര വലിയ വൃക്ഷമായാലും ഒരു ചെറിയ കോടാലി മതി അതിനെ പാടെ നിലം പതിപ്പിക്കാൻ. ഇവര് രണ്ടുപേരും അതുപോലെയാ. ഈ സ്നേഹപ്രകടനങ്ങളും സോഫ്റ്റ് കോർണറും തലയണ മന്ത്രവും ഉപദേശവും തകർന്ന് തരിപ്പണാവാൻ കടുകുമണിയോളുള്ള ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി. ഇന്നത്തെ സംഭവത്തിന്റെ ചൂടാറും അരുണിമാരുടെ സ്വഭാവം മാറും. പക്ഷെ ഇപ്രാവശ്യം കാര്യങ്ങൾ ഇത്രയും എത്തിയിട്ടും നീ വളരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ കാര്യം ഉണ്ടാവണല്ലോ. എന്തോ പ്രളയം സൃഷ്ടിക്കാനുള്ള പുറപ്പാടാണോന്ന് സംശയമുണ്ട്. ശരിയായിരിക്കാം ആന്റി. ആന്റി ഗസ് ചെയ്തത് വളരെ കറക്റ്റാ. വൈകാതെ തന്നെ ഈ വീട്ടിലൊരു പ്രളയം ഉണ്ടാവാൻ പോവാ. ആ പ്രളയത്തിനുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണ് ഈ മഞ്ജരി ഇപ്പോ. മേഘനയെ തകർത്ത് തരിപ്പണാക്കാൻ നീ ഏതറ്റം വരെയും പോകുന്ന എനിക്കറിയാം. പുതുതായിട്ട് ആരംഭം കുറിച്ചിരിക്കുന്ന ഈ സ്നേഹവും അവകാശവും തറ പറ്റിക്കാനുള്ള ഒരു ബ്രഹ്മാസ്ത്രം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആന്റി. അത് ആന്റിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതെന്താ? മനസ്സിലായില്ലേ? ആന്റി കണ്ടതൊക്കെ സത്യമാണ്. മേഘന മേഘനന്ദ രണ്ടുപേരും രണ്ടല്ല, ഒരൊറ്റ ഒരാളാണെന്നർത്ഥം. എവിടെ ജോലി ചെയ്യുന്നെന്നുള്ളത് പറ മേഘനെ. എന്റെ കമ്പനിയുടെ റൂൾസ് അനുസരിച്ച് എനിക്ക് ആരോടും കമ്പനി ഡീറ്റെയിൽസ് പറയാനുള്ള അധികാരമില്ല.